ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും രാജീസ് കിച്ചൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നാം ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല കല്ലിൽ അരച്ചെടുത്ത ചമ്മന്തി പോലൊരു ചമ്മന്തി. കല്ലിൽ അരച്ചെടുത്തല്ല കേട്ടോ, ഞാൻ മിക്സിയിൽ അരച്ചെടുത്തതാണ്. പക്ഷേ നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. അതിന് വേണ്ടി എടുത്തിരിക്കുന്നത് ഞാനൊരു അരമുറി സവോളയാണ്. കുഞ്ഞുള്ളി ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ്. അതുപോലെ തന്നെ കറിവേപ്പില, വറ്റൽമുളക്, ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി, പിന്നെ വാളംപുളി കുറച്ച് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചിരകിയ തേങ്ങ. ഉപ്പ് ഞാനിതിൽ കാണിച്ചിട്ടില്ല, പിന്നീട് ചേർക്കുന്നുണ്ട്. ഒരു പാനോ അല്ലെങ്കിൽ ചീനച്ചട്ടി അടുപ്പിൽ വെച്ചതിന് ശേഷം എടുത്തു വെച്ചിരിക്കുന്ന വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ശേഷം ഇഞ്ചി ഇട്ട് കൊടുക്കാം. അതിനുശേഷം കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇത് മുഴുവൻ കൂടെ ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന സവോള കൂടി ഇട്ട് കൊടുക്കാം. സവോള വഴറ്റുമ്പോൾ ഒരുപാട് വഴലേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് നിറം മാറി വന്നാൽ മതി. ചെറുപ്പത്തിലൊക്കെ ചമ്മന്തി അരച്ച് എൻ്റെ അമ്മ കറി ചമ്മന്തിയാന്ന് പറയുമ്പോൾ നമുക്ക് ദേഷ്യമായിരുന്നു. പക്ഷേ ഈ പ്രവാസിയൊക്കെ ആയിരിക്കുന്ന സമയത്താണ് ചമ്മന്തിയുടെ ആ ഒരു ടേസ്റ്റൊക്കെ ഇപ്പം കൂടുതലായിട്ട് ഇഷ്ടം വരുന്നത്. സവള വഴന്ന് വന്നപ്പോൾ ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഒഴിച്ചപ്പോൾ ഇച്ചിരി ഓയിൽ കൂടിപ്പോയി കേട്ടോ. നിങ്ങൾ ഒഴിക്കുമ്പോൾ ഇത്ര ഓയിൽ ഒഴിക്കേണ്ട ആവശ്യമില്ല, ഒരു ചെറിയതായിട്ട് ഇച്ചിരി ഓയിൽ ഒഴിച്ചാൽ മതി കേട്ടോ. സവള നല്ലവണ്ണം നമുക്ക് ആ ഉപ്പൊക്കെ ആയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എനിക്ക് ചമ്മന്തി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഏകദേശം നമുക്ക് സ്റ്റൗ ഒക്കെ ഒന്ന് ഓഫ് ചെയ്യാറായി. അപ്പോൾ നമുക്കൊരു 1/4 ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കാം. ചെറിയൊരു എരിവിനും കളറിനും ഒക്കെ ആയിട്ടാണ്. ഇതിൽ നല്ലപോലെ എണ്ണ കൂടി കിടക്കുന്ന അറിയാം. ഇത്ര എണ്ണയുടെ ആവശ്യമില്ലായിരുന്നു ശരിക്കും. ഇതെല്ലാം എടുത്ത് ഞാൻ തണുക്കാൻ വെച്ചതിന് ശേഷം അതെല്ലാം കൂടി ഒരു മിക്സിയുടെ ജാറിൽ അടിച്ച് രണ്ടാമത് ഞാൻ ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ കൂടി ഇട്ട് വാളംപുള്ളിയുടെ ചാറും അതുകൂടി ഇട്ട് അരച്ചു. ഉണ്ടോ, അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റായിരുന്നു. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ ഈ ചമ്മന്തി അരയ്ക്കുന്ന സമയത്ത് ഒരു ചെറിയൊരു കഷ്ണം വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുത്താൽ നല്ലതായിരിക്കും. എൻ്റെയൊക്കെ വീട്ടിൽ വെളുത്തുള്ളി അങ്ങനെ ചമ്മന്തി അരയ്ക്കുമ്പോൾ ഇടാറില്ലായിരുന്നു. പക്ഷേ എൻ്റെ അമ്മായിയമ്മ വെളുത്തുള്ളി ഇട്ട് ചമ്മന്തി അരയ്ക്കുന്ന പൊളി ടേസ്റ്റായിരുന്നു. അപ്പോൾ നിങ്ങളും ഒന്ന് പരീക്ഷിച്ച് നോക്ക്, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അതുപോലെ തന്നെ ഉപ്പിലിട്ട മാങ്ങയില്ലേ, ഉപ്പിലിട്ട മാങ്ങയും ഈ വെളുത്തുള്ളിയും എല്ലാം കൂടി ഇട്ട് ചമ്മന്തി അരയ്ക്കുന്ന നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അതുപോലെ തന്നെ കാന്താരി, ഇതെല്ലാം കൂടി ഇട്ട്. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും എല്ലാവർക്കും ബൈ.